മേമയുടെ മകൻ്റെ ഒരു ദിവസത്തെ കല്യാണ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. തലേ ദിവസം തന്നെ ഹോട്ടൽ ലീവാക്കി ഞാനും അതിന് നേരത്തെ പോയി. കല്യാണ വണ്ടീൻ്റെ ഡ്രൈവർ ഞാനായതുകൊണ്ട് ഞാൻ കുളിക്കുന്നതിന് മുമ്പ് തന്നെ വണ്ടീനെ കുളിപ്പിച്ചു. കുട്ടിക്കാലം തൊട്ട് ഇവിടെ വിരുന്ന് വന്നു കഴിഞ്ഞാൽ ആരും വീട്ടിൽ കുളിക്കില്ല, ഈ അമ്പലക്കുളത്താണ് കുളിക്കുക. എനിക്ക് ഇതിലൂടെ ഏറ്റവും ഇഷ്ടം ഈ അമ്പലക്കുളമാണ്. കൂട്ടത്തിൽ വന്നതിൽ ഇവന്മാർക്ക് രണ്ടുപേർക്ക് മാത്രമേ 6 പാക്ക് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഞങ്ങൾക്കൊക്കെ കുറച്ച് വയറുണ്ട്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ അനിയന് ഭ്രാന്താണ്, പിന്നെ മൊത്തം ബോഡി ഷോ ആയിരിക്കും. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അവനെ തേച്ചരച്ച് കുളിപ്പിക്കുന്നത്. കുളിയൊക്കെ കഴിഞ്ഞ് പറക്കന്തള്ളി സിനിമയിൽ ദിലീപ് കല്യാണ ചക്കനെ മേക്കപ്പ് ചെയ്യുന്ന പോലെ ഞങ്ങളും ചെയ്യാതിരിക്കുമ്പോഴേക്കും അവനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വെച്ചിരിക്കുന്നു. ഈ ഒരു ദിവസം മൊത്തം അവൻ്റെ മുഖത്ത് ഈ ഒരു ചിരി മാത്രമേ ഉള്ളൂ. പ്രോഗ്രാം ചെയ്ത് വെച്ച പോലെ കല്യാണ ചക്കനല്ലേ, അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും. സുജിത്ത് ഞങ്ങളെ വെച്ച് 1 വയസ്സ് താഴെയാണ്. അവൻ്റെ മേക്കപ്പ് കഴിഞ്ഞത് അവൻ്റെ റൂം മൊത്തം ഞങ്ങൾ എടുത്തു. അടുത്തത് കാല് പിടിക്കൽ ചടങ്ങാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അച്ഛന്മാരും മുത്തിയന്മാരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം പിടിക്കുന്നത് അച്ഛനമ്മേൻ്റെയാണ്. എല്ലാവരുടെയും കൈയും കാലും പിടിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഓഡിറ്റോറിയത്തേക്ക് 15 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവരുടേത് ഒരു പ്രണയ വിവാഹമായിരുന്നു. ആദ്യമൊക്കെ എതിർത്താലും പിന്നീട് വീട്ടിൽ സമ്മതിച്ച് പരസ്പരം 2 വീട്ടുകാരുടെയും ഇഷ്ടത്തോടു കൂടി നടക്കുന്ന ഒരു കല്യാണമായിരുന്നു ഇവരുടെ. കല്യാണം കഴിയാത്തവൻ പൂമാല എടുത്താൽ ശരിയാവില്ലടാ, ആരെങ്കിലും ഒന്നും പിടിക്കടാവട്ടെ, ആരും പിടിച്ചില്ല. അത് ഞാൻ തന്നെ കൊണ്ടുവച്ച് മേലെ. ഈ ഇരിക്കുന്ന മൂലം കൊടുത്ത് അച്ഛമ്മ ചോദിക്കണ്, ഏതാണ്ടാ മയനെ കല്യാണ ചക്കന്, എന്താ പറയുക, വയസ്സായില്ലേ, കണ്ണ് കാണാത്തോണ്ടായിരിക്കും. വിഷമിക്കേണ്ട സുഹൃത്തെ, നീ ഗൾഫിലായതുകൊണ്ട് നിന്നെ കണ്ടിട്ട് അറിയാത്തതുകൊണ്ട് പറഞ്ഞതാ. ഒന്ന് അണിഞ്ഞൊരുങ്ങി വന്നു കഴിഞ്ഞാൽ തൻ്റെ സൗന്ദര്യത്തിന് വെല്ലാൻ വേറെ ആരുമില്ലെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്ന ആവണിക്കുട്ടി. സ്റ്റേജിൽ വെച്ചിരിക്കുന്ന കൃഷ്ണൻ്റെ പ്രതിമേൻ്റെ കയ്യിൽ ഓടക്കോഴി ഇല്ലാന്ന് ഞാൻ മാത്രം ശ്രദ്ധിച്ചിട്ടുള്ളൂ തോന്നുന്നു. അപ്പം ഈ കല്യാണ പെണ്ണ് വന്നു, നേരെ സ്റ്റേജിൽ കയറി 2 വരം വെച്ചു. ഇതാ പറയുമ്പോൾ കൃഷ്ണൻ്റെ കെട്ട് കഴിഞ്ഞു, അല്ല സുജിത്തിൻ്റെ കെട്ട് കഴിഞ്ഞു. സന്തോഷവും സങ്കടവും പ്രതീക്ഷയും നമുക്ക് ആ മുഖത്ത് കാണാം. പിന്നെ ഞങ്ങൾ നേരെ വിട്ടു കലവറക്കി. എനിക്ക് വിശന്നിട്ട് വയ്യ. ചേച്ചിമാരുടെ വിളംബരമൊക്കെ അടിപൊളിയായിരുന്നു. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ നല്ലൊരു ടേസ്റ്റുള്ള അടിപൊളി സദ്യ വെച്ച്. ഈ കയനിച്ചുങ്കും പാടൊരു ഭാഗത്ത് നിന്ന് എനിക്ക് ഇത്ര നല്ല സദ്യ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് കഴിഞ്ഞ് നേരെ ഞാനും എൻ്റെ അനിയനും കൂടി വണ്ടിയിൽ കയറി ഏച്ചിട്ട് ഒരൊറ്റ ഉറക്കം. പിന്നീട് ചെക്കനും പെണ്ണും തിരിച്ചിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഉറങ്ങി എണീറ്റത്. ഇവർ ഭയങ്കര ഹാപ്പിയാണ്, വീട്ടുകാർ ഭയങ്കര കരച്ചിലും. നിലവിളക്ക് കൊണ്ട് വീട്ടിൽ കയറി അത് കഴിഞ്ഞ് അവിടുത്തെ പാലും പഴവും കഴിച്ച് നേരെ തിരിച്ച് വീണ്ടും റിസപ്ഷനിലേക്ക് മണ്ഡപം എത്തിയപ്പോൾ എനിക്കവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ വിട്ടു കലവറക്കി. എവിടെ പോയാലും ആദ്യം വന്ന് പരിചയപ്പെടുന്ന ഇവന്മാരായിരിക്കും. കാരണം പണ്ട് ഞാൻ ഒരുപാട് ചെയ്ത തൊഴിലാണിത്, കാറ്ററിങ്. പിന്നെ ഈ പിള്ളേരാണ് നമ്മുടെ നേരം പോക്ക്. അതിപ്പോൾ എവിടെയാണെങ്കിൽ അങ്ങനെ തന്നെ. ഇവനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ പഴയ കാലമാണ് ഓർമ്മ വരുന്നത്. അവൻ്റെ 17ാമത്തെ മറ്റവൻ്റെ 19ാമത്തെ ഐസ്ക്രീമാണത്. ഇവരുടെയൊക്കെ ഈ പ്രായത്തിൽ ഇവൻ്റെയൊക്കെ അപ്പുറം കാണിച്ചവനാണ് നമ്മൾ. എവിടെ പോയാലും ചെറിയ പിള്ളേരുടെ കൂടെ കൂട്ടുകൂടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പിള്ളേർ മനസ്സിൽ കള്ളമില്ലല്ലോ. അത് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 പുതിയ കൂട്ടുകാരെ കിട്ടി, അജാ ശിവൻ, ആര്യ ശിവൻ. തിരക്ക് കഴിഞ്ഞപ്പോൾ ചെക്കനും പെണ്ണും ഫാമിലിയും ഭക്ഷണം കഴിക്കായിരുന്നു. വളരെ കാലത്തിന് ശേഷമാണ് നല്ലൊരു ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റിയത്. സദ്യ ആയാലും ശരി, റിസപ്ഷൻ ഫുഡാണെങ്കിലും ശരി. ഇതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങി.